Hello all. Today we'll discuss the unit Writing for Professional Purposes Part 2. This is the last unit in your textbook, Writing for Academic and Professional Purposes. So we'll be learning mainly three topics today: how to write a CV, how to write a letter, and how to write an email. First, we'll look at the CV or curriculum vitae. It is a detailed synopsis of your skills, education, and experience than a stand. Okay, what is a curriculum vitae? നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത് കരിക്കുലം വിറ്റയും ബയോഡേറ്റയും റെസ്യൂമെയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് ആണ്. മൂന്നും ഇന്ത്യയിൽ വലിയ വ്യത്യസ്തമായിട്ടല്ല പറയാറ്. വി യൂസ് ഇറ്റ് സിനോണിമസ്ലി. വി സേ സി വി ഫോർ റെസ്യൂമെ ആൻഡ് റെസ്യൂമെ ഫോർ സി വി ആൻഡ് റെസ്യൂമെ ഫോർ ബയോഡേറ്റ. നമ്മൾ മൂന്നും മാറ്റി മാറ്റി പറയാറുണ്ട്. പക്ഷേ മൂന്നും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സട്ടിൽ ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ്. അപ്പം എന്താണ് ഒരു കരിക്കുലം വീറ്റെ എന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് ബയോഡേറ്റയും റെസ്യൂമെയും തമ്മിലുള്ള ഇതിൽ നിന്ന് സി വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. സോ കരിക്കുലം വീറ്റെ ഇസ് എ ഡീറ്റെയിൽഡ് സിനോപ്സിസ് ഓഫ് യുവർ സ്കിൽസ്, എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. ഇത്രയും മനസ്സിലാക്കുക. നിങ്ങളുടെ സ്കിൽസ് എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഏത് ലെവൽ വരെ ഉണ്ട്, ബേസിക് എഡ്യൂക്കേഷൻ മുതൽ ഏറ്റവും കറണ്ട് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഏതാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ പറയുന്നതാണ് കരിക്കുലം വീറ്റെ. റെസ്യൂമെ ഈസ് ഓൾസോ വെരി സിമിലർ. Okay, we'll look at the difference in the next slide. And curriculum vitae provides a detailed summary of your accomplishment. അത് പേഴ്സണൽ ആയാലും അക്കാഡമിക് ആയാലും പ്രൊഫഷണൽ ആയാലും അത് നിങ്ങളുടെ എല്ലാ അക്കംപ്ലിഷ്മെന്റ്സും നിങ്ങളുടെ സ്ട്രെങ്ത്സ് എല്ലാം ഒരു കരിക്കുലം വീറ്റയിൽ നിങ്ങൾ പറഞ്ഞു വെക്കണം. കരിക്കുലം വീറ്റെ ഈസ് വാട്ട് ബ്രിങ്സ് അറ്റൻഷൻ ടു യു in a company or when you go for an interview, when you are meeting an HR manager. നിങ്ങളുടെ കരിക്കുലം വീറ്റെ ആണ് നിങ്ങളെ വിളിക്കാൻ, നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കാനുള്ള മെയിൻ റീസൺ ആവാൻ പോകുന്നത്. So make sure that you know how to write a very standard curriculum vitae. So what are the main differences between curriculum vitae, biodata and resume? Biodata is data filled in a പ്രിസ്ക്രൈബ്ഡ് ഫോം. ഒരു പെർട്ടിക്കുലർ ഫോമാറ്റ് ഉണ്ടാവും ബയോഡേറ്റയ്ക്ക്. അത് നിങ്ങളിവിടെ പഠിക്കുന്നില്ല. വി ആർ ഫോക്കസിങ് മോർ ഓൺ കരിക്കുലം വീറ്റെ. സോ ബയോഡേറ്റയ്ക്ക് ഒരു കൃത്യമായിട്ടൊരു ഫോമാറ്റ് ഉണ്ടാവും. അതിലേക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. What about resume and curriculum vitae? Resume is smaller than curriculum vitae. Resume എന്ന് പറയുന്നത് 1 to 2 pages long ആയിരിക്കും. And it changes according to the job you are applying. അതായത് ഇപ്പം ഞാൻ ടീച്ചിങ് പൊസിഷന് അപ്ലൈ ചെയ്യുമ്പം എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു റെസ്യൂമെ ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. On the other hand, when I am going for like a research fellowship or I'm going for a content writing position, ടീച്ചർ അല്ല കോണ്ടന്റ് റൈറ്റർ ആയിട്ടാണ് പോകുന്നത് എങ്കിൽ എൻ്റെ റൈറ്റിംഗ് സ്കിൽസിലുള്ള റൈറ്റിംഗ് സ്കിൽസിന്റെ എക്സ്പീരിയൻസും അച്ചീവ്മെന്റ്സും ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ എ റെസ്യൂമെ ചേഞ്ചസ്. ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ജോബ് യു ആർ അപ്ലൈയിങ് ഫോർ. ബട്ട് കരിക്കുലം വീറ്റെ റിമെയിൻസ് ദ സെയിം. ഇറ്റ് ഇസ് ടിപ്പിക്കലി 3 to 5 pages long. നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ അച്ചീവ്മെന്റ്സും ലിസ്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് കരിക്കുലം വീറ്റെ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ടിപ്പിക്കലി 3 to 5 pages long. മിനിമം 3 pages എങ്കിലും ഉണ്ടാവും. നിങ്ങളുടെ എഡ്യൂക്കേഷനും അതേപോലെ അച്ചീവ്മെന്റ്സും അതേപോലെ നിങ്ങൾക്ക് പബ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, നിങ്ങൾക്ക് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, നിങ്ങളുടെ വോളണ്ടിയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും it will be 3 to 5 pages long. And it is primarily used when applying for academic, scientific or research purposes. And also
while applying for fellowships and grants. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കരിക്കുലം വീറ്റെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. റെസ്യൂമെ പോലെ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമല്ല കരിക്കുലം വീറ്റെ ഉപയോഗിക്കാറ്. കാരണം അതിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും നിങ്ങളുടെ അച്ചീവ്മെന്റ്സും വളരെ കോൺക്രീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് എവിടെയൊക്കെ, അതായത് അത് ജോബിനനുസരിച്ച് മാറുന്ന ഒരു കാര്യമല്ല. ജോബിനനുസരിച്ച് മാറുന്നത് റെസ്യൂമെയാണ്. അതാണ് നമ്മൾ കൂടുതലായിട്ടും ജോബ് ഇന്റർവ്യൂസിന് കൊടുക്കുക. CV അല്ലെങ്കിൽ കരിക്കുലം വീറ്റെ നമ്മൾ കൊടുക്കുന്നത് അക്കാഡമിക് പേർപ്പസസിനോ റിസർച്ച് ഫെലോഷിപ്സിന് വേണ്ടിയിട്ടോ ഒക്കെയാണ്. It elaborately discusses your educational background and academic pursuits. It is static and we change the cover letter. അതായത് റെസ്യൂമെ പോലെ ഇത് മാറില്ല എന്ന് പറഞ്ഞു. സോ ക്യാൻ വി യൂസ് ഇറ്റ്, അതായത് ഒരു കരിക്കുലം വീറ്റെ ഉണ്ടാക്കി വെച്ചിട്ട് ജോബ് ആപ്ലിക്കേഷന് അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. But what we do is we always present a cover letter. അതായത് we prepare a cover letter according to the job change. അതായത് ടീച്ചിങ് ജോബിലേക്കാണെങ്കിൽ അതിന് വേണ്ട ഒരു കവർ ലെറ്റർ, ഒരു ഫോർമൽ ലെറ്റർ ആണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. യു വിൽ ലേൺ അബൌട്ട് കവർ ലെറ്റർ ഇൻ ദ സെയിം ലെക്ചർ, ഇൻ ദിസ് സെയിം ലെക്ചർ. സോ വാട്ട് നമ്മൾ മാറ്റുന്നത് കരിക്കുലം വീറ്റെ അല്ല, ജോബിനനുസരിച്ച് നമ്മൾ മാറ്റുന്നത് ഈ കരിക്കുലം വീറ്റേന്റെ മുമ്പിൽ വെക്കുന്ന കവർ ലെറ്റർ ആണ്. ഓക്കെ. Then what all things should you include in a curriculum vitae? Components of curriculum vitae. ഇത്രയും നിങ്ങൾ എപ്പോൾ കരിക്കുലം വീറ്റെ ഉണ്ടാക്കുമ്പോഴും ഇത്രയും കോമ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് ജോബ് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഏത് അക്കാഡമിക് കാര്യത്തിന് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങളുടെ കരിക്കുലം വീറ്റയിൽ ഇത്രയും കോമ്പോണൻസ് ഉണ്ട് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. യു മസ്റ്റ് ബിഗിൻ ഇറ്റ് വിത്ത് കോൺടാക്ട് ഇൻഫർമേഷൻ. ഒരു നിങ്ങളുടെ ഫോർമൽ നെയിം, അതായത് നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ആധാറിലുള്ള നെയിം, അത് വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കരിക്കുലം വീറ്റെ തുടങ്ങേണ്ടത്. ഫോർമൽ നെയിം, അഡ്രസ്സസ്, മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID. അതിൽ നിങ്ങൾക്ക് അഡ്രസ്സിന്റെ സ്ഥലത്ത് വേണമെങ്കിൽ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കാം. അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുക. വാട്ട് വി ഡു ഇസ് യു പ്രസന്റ് ദ ഇൻഫർമേഷൻ ദാറ്റ് ഇസ് വെരി നെസസറി. അതായത് നിങ്ങളെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് ആ ഇൻഫർമേഷൻ ആണ്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ അഡ്രസ് ആൻഡ് ഇമെയിൽ ID. അഡ്രസ്സ് കൊടുത്താലും ഇല്ലെങ്കിലും നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID മസ്റ്റ് ആണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും മേജർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളെ നേരിട്ട് വിളിക്കാൻ മൊബൈൽ നമ്പറും നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇമെയിലുമാണ് നമ്മൾ ഒഫീഷ്യലി ഇപ്പോൾ പലപ്പോഴും ഉപയോഗിക്കാറ്. ലെറ്റർ എഴുതി അയക്കുന്നത് വളരെ കുറവാണ്. പണ്ടത്തെ കാലത്താണ് ഇത് കൂടുതൽ ഉണ്ടായിരുന്നത്. മോസ്റ്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ്സ്, മോസ്റ്റ് ഓഫ് ദ replies for applications are made through emails. So make sure you provide an email. നിങ്ങൾക്ക് ഇമെയിൽ ID ഉണ്ടാക്കുമ്പോൾ ഇല്ല എങ്കിൽ ഒരു ഒഫീഷ്യൽ ഇമെയിൽ ID സ്പെസിഫിക്കലി ഫോർ ഒഫീഷ്യൽ പേർപ്പസസ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. An email ID which has which displays your name in it. അതായത് അത് പെട്ടെന്ന് നിങ്ങളുടേതാണ് എന്ന് മനസ്സിലാവണം. ഓക്കെ. വെറുതെ എന്താ പറയാ, കുറച്ച് ബ്രില്യൻസ് ഒക്കെ ഉപയോഗിച്ച് കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടാക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ പേരുള്ള ഒരു ഇമെയിൽ ID ഉണ്ടാക്കുക. അത് ഈ ഒഫീഷ്യൽ പേർപ്പസസിന് വേണ്ടി ഉപയോഗിക്കാം. And what about your font size? അതായത് എങ്ങനെയാണ് എഴുതേണ്ടത്? How do you present your contact information? Use font size 14 to 18. ഇത്രയും വലുപ്പത്തിൽ എഴുതുക. ആൻഡ് ടൈപ്പ് ഇറ്റ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ്. ഇപ്പൊ ഞാൻ ഹെഡിങ്സ് ഒക്കെ കൊടുത്തതുപോലെ ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതുക. അതായത് പെട്ടെന്ന് ഒരു CV നോക്കുമ്പോൾ നിങ്ങളുടെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും ഇമെയിലും ഒറ്റയടിക്ക് കാണാൻ പറ്റണം. ആൻഡ് അലൈൻ ഇറ്റ് ടു ദ സെന്റർ ഓർ ലെഫ്റ്റ് മാർജിൻ. നമ്മൾ മെയിനായിട്ട് ലെഫ്റ്റ് മാർജിനിലാണ് അലൈൻ ചെയ്യുക. പക്ഷേ കുറച്ച് എന്താ പറയുക, മാർജിനിൽ അലൈൻ ചെയ്യുമ്പോൾ വല്ലാതെ മാർജിനിലേക്ക് ആയി പോകാതെ നോക്കണം. ബിക്കോസ് വെൻ യു ആർ പുട്ടിങ് ഇറ്റ് ഇൻ എ ഫയൽ it would not be able to be seen very easily. ലെഫ്റ്റ് മാർജിൻ വല്ലാതെ മാർജിനൽ ആയിപ്പോയാൽ നമ്മൾ പേരൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കുറച്ച് വിട്ടിട്ട് വയ്ക്കാം. ഓക്കെ. ഐദർ സെന്റർ അലൈൻഡ് ഓർ ലെഫ്റ്റ് മാർജിൻ. ഓക്കെ. ഇൻ എനി വേ വിച്ച് ഇസ് ഈസിയർ ടു ബി വ്യൂഡ്. പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ പ്ലേസ് ചെയ്യുക എപ്പോഴും. ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്.
ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ ഒരു ബിഗിനർ ആണ് എങ്കിൽ വെക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് കൺവേസ് യുവർ ഇമ്മീഡിയറ്റ് കരിയർ ഗോൾസ് ആൻഡ് റീസൺ ഫോർ കോൺടാക്ടിങ് യുവർ എംപ്ലോയേഴ്സ്. It includes the kind of position, type of organization, and specific skills that you want to use or develop. Okay, ഇത് മെയിൻലി ബിഗിനേഴ്സിനാണ്. ഇഫ് യു ആർ നോട്ട് എ ബിഗിനർ, ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസ്ഡ് ടു സ്കിപ്പ് ദിസ് സ്റ്റെപ്പ്. ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു ബിഗിനർ അല്ല എങ്കിൽ, ഇഫ് യു ആർ എ ബിഗിനർ, മേക്ക് ഷുവർ യു യൂസ് ദിസ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ടു അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് യുവർ HR മാനേജർ. എന്താണ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. These are objective statements. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 223 എങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എഴുതണം എന്നുള്ളതിന്റെ ഒരു എക്സസൈസ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. What is the position desired? What is the setting or a company that you desire? What are the skills and goals? ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ മെൻഷൻ ചെയ്തതിന് ശേഷം try to put it into sentences. അങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തുന്നത്. Try doing that exercise. It will help you to develop an objective statement of your own. ഇതാണ് general objective statementsന്റെ 2 examples. To secure a challenging position in a reputable organization, to expand my learning, knowledge and skills. ഒരു ചാലഞ്ചിങ് പൊസിഷൻ, നിങ്ങൾ ചാലഞ്ച് ഏറ്റെടുക്കുന്ന ആളാണ് എന്ന് ഇതിൽ മനസ്സിലാവും. ഇൻ എ റെപ്യൂട്ടബിൾ ഓർഗനൈസേഷൻ, യു ആർ നോട്ട് റെഡി ടു വർക്ക് ഇൻ എനി കമ്പനി ബട്ട് എ റെപ്യൂട്ടബിൾ ഓർഗനൈസേഷൻ. അതേപോലെ തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കമ്പനി ഒരു റെപ്യൂട്ടബിൾ ഓർഗനൈസേഷൻ ആണ് എന്നുള്ളൊരു ഐഡിയ കൂടെ വരുന്നുണ്ട്. And to expand my learning, knowledge and skills, it tells your attitude about life and your career. അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇനി പഠിക്കില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. ഓൾവേസ് യു ആർ വില്ലിംഗ് ടു ട്രെയിൻ യുവർ സെൽഫ് ഫോർ ടു അച്ചീവ് മോർ തിങ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലേണിംഗ്, യുവർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ്, സീക്കിംഗ് നോളജ്, സീക്കിംഗ് ന്യൂ സ്കിൽസ്, ഇതൊക്കെയാണ് ഈ ഒരു വരിയിൽ പറയുന്നത്. Look at the second one. Secure a responsible career opportunity to fully utilize my training and skills while making a significant contribution to the success of the company. നിങ്ങൾ ഈ കമ്പനിക്ക് ഒരു അസറ്റ് ആയിരിക്കും എന്നുകൂടെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. Okay, these are general objective statements. Look at this is one particular objective statement. നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ, ഒരു ഫൈനാൻഷ്യൽ പൊസിഷനിലേക്കാണ്, ഒരു കമ്പനിയിലേക്കാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ എങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എഴുതും? 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് എ പൊസിഷൻ ഡിസയേർഡ്? സീക്കിംഗ് എ പൊസിഷൻ ഓഫ് ജൂനിയർ ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. അതായത് ഇത് വളരെ പെർട്ടിക്കുലർ ആണ്, സ്പെസിഫിക് ആണ്. Junior financial analyst to work in a fast-paced and challenging environment. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. വാട്ട് ഇസ് എ സെറ്റിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്താണ്? what do you have to offer them? Where 5 years of experience, solid analytical and quantitative skills accompanied with a strong passion for finance industry can be put to use to enable accurate financial decision making. Last line lo noku, how will you be an asset to the company എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. ദിസ് ഇസ് എ എക്സാമ്പിൾ ഫോർ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ നോക്കാം. അതായത് നിങ്ങൾ ഏത് പൊസിഷനിലാണോ നോക്കുന്നത് അതിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. ഓർ യു കുഡ് ഗോ ഫോർ ജനറൽ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ദീസ്, so that you don't need to change it according to the jobs that you are looking for. രണ്ടും ഓക്കെ ആണ്. എന്താണെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് വെക്കുന്നത് will always enhance your curriculum vitae. Key skills and abilities. നിങ്ങളുടെ key skills and abilities എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാം. മെൻഷൻ യുവർ സ്ട്രോങ്കസ്റ്റ് your strongest skills and abilities in positive language. എപ്പോഴും നിങ്ങളുടെ ഈ ജോബിന് ആവശ്യമുള്ള സ്ട്രോങ്കസ്റ്റ് സ്കിൽസ്, നിങ്ങളുടെ ഏറ്റവും നല്ല സ്കിൽസ് എന്താണ്, പോസിറ്റീവായിട്ട് നിങ്ങൾ കാണുന്നത് എന്താണ്, അത് ആദ്യം മെൻഷൻ ചെയ്യാം. ഓക്കെ, വിച്ച് ഇസ് ക്രൂഷ്യൽ ഫോർ ദ ജോബ്. നിങ്ങളുടെ ഈ അപ്ലൈ ചെയ്യുന്ന ജോബിന് ഏറ്റവും ആവശ്യമുള്ള ക്വാളിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആദ്യം മെൻഷൻ ചെയ്യാം. എന്നിട്ട്
യു ക്യാൻ ജോട്ട് ഇറ്റ് ഡൗൺ ഇൻ ബുള്ളറ്റിൻ പോയിന്റ്സ്. ഒരിക്കലും ഒരു പാരഗ്രാഫ് എഴുതുന്ന പോലെ എഴുതരുത്. എപ്പോഴും കരിക്കുലം ഡീറ്റെയിലിലെ ഡീറ്റെയിൽസ് ഒക്കെയും നിങ്ങൾ ബുള്ളറ്റിൻ പോയിന്റ്സിൽ ജോട്ട് ഡൗൺ ചെയ്യാം. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് എന്ന് വേണമെങ്കിലും പറയാം. You must write it in reverse chronological order. Key skills abilities എഴുതുമ്പോൾ സ്ട്രോങ്ങസ്റ്റ് ആദ്യം എഴുതുക. എഡ്യൂക്കേഷൻ അച്ചീവ്മെന്റ്സ് ഒക്കെ എഴുതുമ്പം അവസാനം ചെയ്ത കോഴ്സ് ആദ്യം എഴുതുക. അതേപോലെ തന്നെ അവസാനം അച്ചീവ് ചെയ്ത അവാർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതുക. റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ് നമ്മൾ അതിന് പറയാം. All educational details like schools, colleges attended, and grades and other scholarships that you have gained. Strengths മാത്രം മെൻഷൻ ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ വീക്ക്നെസ് കരിക്കുലം വീട്ടിൽ നിങ്ങൾ പ്രകടിപ്പിക്കരുത്. നിങ്ങളുടെ ലാംഗ്വേജ് എപ്പോഴും പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എഴുതുമ്പം ഏറ്റവും ബേസിക് എഡ്യൂക്കേഷൻ മുതൽ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷൻ, ഏറ്റവും റീസെന്റ് എഡ്യൂക്കേഷൻ വരെയും നിങ്ങൾ പറയണം. അപ്പോൾ ഏറ്റവും റീസെന്റ് ആദ്യം പറയുക. അതിൽ നിന്ന് ഇപ്പം നിങ്ങൾ MA ആണ് അല്ലെങ്കിൽ MCOM ആണ് ചെയ്തത് എങ്കിൽ MCOM, BCOM, പിന്നെ സ്കൂൾ, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ആൻഡ് എലിമെന്ററി. അങ്ങനെ ഹൈസ്കൂൾ എലിമെന്ററി പറഞ്ഞിട്ടില്ലെങ്കിലും ഹൈസ്കൂൾ വരെയും എന്തായാലും പറയാം. Where did you do your SSLC or 10th standard? Where did you do your higher secondary education, degree education, post graduation? ഇങ്ങനെയുള്ള എല്ലാം ആദ്യം പോസ്റ്റ് ഗ്രാജുവേഷനിൽ തിരിച്ചു വരാം. ഓക്കെ, കോളേജസ് നിങ്ങൾ എഡ്യൂക്കേഷൻ മെൻഷൻ ചെയ്യുമ്പം ക്ലിയർ ആയിട്ടും വാട്ട് ഈസ് യുവർ ഡിഗ്രി, വാട്ട് ഈസ് യുവർ മാർക്സ്, ഡിഗ്രി എന്താണ്, എവിടെയാണ് ചെയ്തത്, ഡിഗ്രി എന്താണ്, എവിടെയാണ് ചെയ്തത്, എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഗ്രേഡ്സ് വിൽ ഫെച്ച് യു ജോബ്സ്. നിങ്ങൾക്ക് നല്ല ഗ്രേഡ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നല്ല ഗ്രേഡ് ഇല്ല എങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദാറ്റ് പാർട്ട് ഓൾസോ. യു ക്യാൻ ജസ്റ്റ് സേ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഓർ ഡിസ്റ്റിങ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ പെർസെൻറ്റേജ് പറയാം. എങ്ങനെ എഴുതുകയാണെങ്കിലും മേക്ക് ഷുവർ യു ഹാവ് എ കൺസിസ്റ്റന്റ് ഫോമാറ്റ്. അതായത് നിങ്ങൾ കോളേജിന്റെ പേര്, ഡിഗ്രീന്റെ പേര് പെർസെൻറ്റേജ് ആണെങ്കിൽ, സ്കൂളിന്റെ പേര് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഹയർ സെക്കൻഡറി, പെർസെൻറ്റേജ് ഇങ്ങനെ എഴുതുക. ഇനി നിങ്ങൾ പെർസെൻറ്റേജ് അല്ല, നിങ്ങൾ ഗ്രേഡ് ആണ് പറയുന്നതെങ്കിൽ ത്രൂ ഔട്ട് നിങ്ങൾ കോളേജിന്റെ പേര്, കോഴ്സ്, ഗ്രേഡ്, സ്കൂളിന്റെ പേര്, കോഴ്സ്, ഗ്രേഡ് ഇങ്ങനെ പറയാം. Okay, if you're not mentioning your grades or percentage, make sure you don't mention it in any of those educational qualifications. നിങ്ങൾ പാസ്സായി, നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, അതാണ് ഒരു പോസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സേ ദാറ്റ് യു ഹാവ് ക്വാളിഫൈഡ് ദിസ് കോഴ്സ്, യു ഹാവ് അച്ചീവ്ഡ് ദിസ് തിങ്. എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ നിങ്ങളുടെ അച്ചീവ്മെന്റ്സും ഉപയോഗിക്കാം. അതായത് സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വൊക്കേഷണൽ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, are there any courses that you have done on your own, or any training that you have gained from your company that you have previously worked? Is there any seminars, conferences, or any other thing that you have attended? ഇതൊക്കെ പറയാം. അതൊന്നെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ പറയാം, or you can give a separate ടൈറ്റിൽ ആസ് അച്ചീവ്മെന്റ്സ്. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് കൊടുക്കുന്ന പോലെ തന്നെ അച്ചീവ്മെന്റ്സ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. ദെൻ എക്സ്പീരിയൻസ്, നിങ്ങൾ എവിടെയൊക്കെ വർക്ക് ചെയ്ത്, ദിസ് ഷുഡ് ഓൾസോ ബി ഗിവൺ ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ഏതാണോ റീസെന്റ് എക്സ്പീരിയൻസ് അത് ആദ്യം കൊടുക്കുക, എന്നിട്ട് അവസാനത്തിലേക്ക് പോവാം. ഷോർട്ട് ബട്ട് സ്പെസിഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് യുവർ എൻറ്റയർ വർക്ക് എക്സ്പീരിയൻസ്. ഏറ്റവും ആദ്യം കൊടുക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അതായത് ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളതായിരിക്കും. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുക. അത് തന്നെ കുറെ പണ്ട് ചെയ്ത ജോബ് ആണെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് മാത്രം പോവാം. ദെൻ പേഴ്സണൽ പ്രൊഫൈൽ ഏറ്റവും അവസാനമാണ് കൊടുക്കുക. wherein you give you all your personal details. നിങ്ങൾ your name കൊടുക്കണ്ട, നെയിം ആദ്യം കൊടുത്തതാണ്. പേഴ്സണൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഇയർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ ആധാർ നമ്പർ, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. യുവർ പെർമനന്റ് അഡ്രസ് ആൻഡ് അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ രണ്ടും കൊടുക്കാം.
languages that you know, your hobbies. If you have to mention it, you can mention your hobbies or interests. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഡ്വഞ്ചറസ് സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യാം. ഇങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു ഗെയിൻ എ പെർസ്പെക്റ്റീവ്, ഹെൽപ്പ് ദ റീഡർ ടു ഗെയിൻ എ പെർസ്പെക്റ്റീവ്. നിങ്ങളെ കുറിച്ച് ഒരു ധാരണ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാം. ആൻഡ് ഫൈനലി റെഫറൻസസ്. റെഫറൻസ് നിങ്ങൾ എപ്പോഴും നല്ലൊരു റെഫറൻസ്, ഒന്നോ രണ്ടോ റെഫറൻസ് കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കണം. നിങ്ങളെ പഠിപ്പിച്ച ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ ജോബിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ബോസ് ആയിരിക്കാം, എനി വൺ ഹൂ കുഡ് ഗിവ് എ പോസിറ്റീവ് റെസ്പോൺസ് അബൌട്ട് യു. നിങ്ങളുടെ ജോബിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ചോ നല്ലത് പറയുന്ന ഒരാളുടെ നമ്പറും അഡ്രസ്സും ഇമെയിൽ ഐ ഡിയും ഫോൺ നെയിം, ഡെസിഗ്നേഷൻ, ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുക്കുക. 2 എണ്ണമെങ്കിലും മിനിമം ആയിട്ട് കൊടുക്കുക. നിങ്ങളെക്കുറിച്ച് വിളിച്ച് അന്വേഷിച്ച, അതായത് വിളിച്ചാൽ കിട്ടുന്ന ഒരാളായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരാളായിരിക്കണം. ഈ 2 ക്വാളിറ്റീസും ഉള്ള 2 പേരുടെ പേര് ക്ലിയർ ആയിട്ടും നിങ്ങൾ കൊടുത്തിരിക്കണം. Then you go through your text. കരിക്കുലം വീറ്റേനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ടൊന്ന് നോക്കുക. ആക്ഷൻ വേർഡ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. whenever you are mentioning your experience, you have to use action words like you have achieved something, you have designed certain things. ഇപ്പം എക്സ്പീരിയൻസ് പറയുമ്പം ഓൾവേസ് കൗണ്ട് ഓൺ മെൻഷനിങ് യുവർ അച്ചീവ്മെന്റ്സ് അലോങ് വിത്ത് യുവർ എക്സ്പീരിയൻസ്. അതായത് എനിക്ക് 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുന്നതിന് പകരം 10 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ കമ്പനിക്ക് എങ്ങനെ ഒരു അസറ്റ് ആയിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. ഏതെങ്കിലും പ്രോജക്റ്റ് നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും റിസൾട്ട് വരുന്നതിൽ നിങ്ങൾ ക്രൂഷ്യൽ റോൾ വഹിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ആക്ഷൻ വേർഡ്സ് ആർ വേർഡ്സ് ദാറ്റ് ഗിവ് എ പോസിറ്റീവ് വ്യൂ ടു തിങ്സ്. ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, അതായത് ഒരു ആക്ഷൻ ചെയ്തു എന്ന് കാണിക്കുന്ന വേർഡ്സ് ആണ് ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. യു ക്യാൻ സേ ലൈക്ക് അച്ചീവ്ഡ്, ഡിസൈൻഡ്, യു ഹാവ് ഡെവലപ്ഡ് എ പ്രോജക്റ്റ് ദാറ്റ് ഹാസ് ഗിവൺ ദ കമ്പനി എ ഗുഡ് നെയിം. അതേപോലെ തന്നെ യു ഹാവ് എക്സ്പാൻഡഡ് ദ സ്പാൻ ഓഫ് സംതിങ് or project or the എന്തെങ്കിലും നിങ്ങൾ കരിയർ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാം. യു ഹാവ് ഹെൽപ് ദ കോളേജ് ടു you have conducted a project that has helped to, or you have led a project that has helped the college to gain A+ accreditation of NAC. ഇങ്ങനെയൊക്കെ പറയാം. Okay, so look at the text. They have given you examples for action words. അതൊന്ന് നോക്കുക. You have to go through it. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. ഡൂസ് ആൻഡ് ഡോൺസ്. നിങ്ങൾ ഒരു കരിക്കുലം വീട്ടിൽ എഴുതുമ്പം എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. മേക്ക് ഇറ്റ് ഈസി. ഡൂസ് ആണ് നമ്മൾ നോക്കുന്നത്. മേക്ക് ഇറ്റ് ഈസി ഫോർ ദ റിക്രൂട്ടർ ടു സീ ദാറ്റ് യു ആർ എ സ്ട്രോങ് കാൻഡിഡേറ്റ്. നിങ്ങളൊരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം. അതായത് റെസ്യൂമേ അല്ലെങ്കിൽ കരിക്കുലം വീറ്റെ കണ്ടാൽ നിങ്ങൾക്ക് ജോലി തന്നു പോകണം, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വിളിക്കണം. ആ രീതിയിൽ നിങ്ങൾ എപ്പോഴും കരിക്കുലം വീറ്റെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് അപ് ടു ദ പോയിന്റ്. എപ്പോഴും ബ്രീഫ് ആൻഡ് കൺസൈസ് ആക്കി വെക്കുക. കുറേ വായിക്കാനൊന്നും ആർക്കും സമയം ഉണ്ടാവില്ല. അപ്പൊ എല്ലാം വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക. യൂസ് എ ക്ലിയർ ലേ ഔട്ട്. പെട്ടെന്ന് കാണാൻ പറ്റുന്ന ലേ ഔട്ട് ഉപയോഗിക്കുക. ബ്രൈറ്റ് കളേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ സിമ്പിൾ വൈറ്റിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ചെറിയൊരു മാർജിൻ, ഇപ്പൊ എൻ്റെ ഈ സ്ലൈഡ് പോലെ ചെറിയൊരു മാർജിൻ കൊടുത്തിട്ടുള്ള കരിക്കുലം വീറ്റെ ഇങ്ങനെ മാത്രം ഡിസൈൻ ചെയ്യാം. ബുള്ളറ്റിൻ പോയിന്റ്സ് ആണെങ്കിൽ വളരെ നല്ല വൃത്തിയുള്ള ബുള്ളറ്റിൻ പോയിന്റ്സ് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. യൂസ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഫോർമാറ്റ് ആൻഡ് ബി ബ്രീഫ് അബൌട്ട് യുവർ ഏർലിയസ്റ്റ് റോൾസ്. എപ്പോഴും റിവേഴ്സ് ക്രോണോളജിക്കൽ ഫോർമാറ്റ് കൊടുക്കുക. ഏറ്റവും അവസാനം ചെയ്തത് ആദ്യം പറയാം. ആൻഡ് ബി ബ്രീഫ് അബൌട്ട് യുവർ ഏർലിയസ്റ്റ് റോൾസ്. അതായത് ആദ്യം നിങ്ങൾ ചെയ്തിരുന്ന ജോലിയെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് മാത്രം കമന്റ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ ബ്രേക്സ് ഇൻ യുവർ കരിയർ ആൻഡ് എഡ്യൂക്കേഷൻ വെരി ക്ലിയർലി. നിങ്ങൾക്ക് എഡ്യൂക്കേഷനിലോ കരിയറിലോ എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ കാരണം മെൻഷൻ ചെയ്യാം. പ്രൂഫ് റീഡ് thoroughly. ഒരു ടൈപ്പോയോ ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ അതിൽ വരാൻ പാടില്ല. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വോള്യൂംസ് അബൌട്ട് യു. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് പ്രൂഫ് റെഡ് ദ ഡോക്യുമെന്റ്
3 or 4 times and you have made others to read it also. മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കുക, അവരെന്താണ് അഭിപ്രായം പറയുന്നത് നോക്കുക, മേക്ക് ചേഞ്ചസ് അക്കോർഡിംഗ്ലി. എല്ലാവരും പറയുന്ന അഭിപ്രായം കേൾക്കണം എന്നല്ല, ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യിക്കുക. സോ ദാറ്റ് ദർ ആർ മിനിമം, വെരി മിനിമം മിസ്റ്റേക്സ്, മീൻസ് മിസ്റ്റേക്സേ വരാൻ പാടില്ല. വാട്ട് ആർ ദ ഡോൺസ്? നെവർ എക്സാജറേറ്റ്, നെവർ ലൈ. നിങ്ങൾ ചെയ്യാത്തൊരു കോഴ്സിനെ പറ്റി നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെന്നോ, നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയോ ചെയ്യരുത്. മേക്ക് ദ ഫോണ്ട് സ്മോളർ or to fit in information. അതായത് എല്ലാം ഒരു പേജിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പ്രിന്റ് ഔട്ട് എടുക്കാൻ കാശില്ല, അതുകൊണ്ട് എല്ലാം കൂടെ ഒരു പേജിൽ കൊള്ളിക്കാം, അതുകൊണ്ട് ഫോണ്ട് സൈസ് സ്മോളർ ആക്കാം, അങ്ങനെ വിചാരിക്കരുത്. മേക്ക് ഷുവർ യു യൂസ് a font size that is standard 12 to 14. നമ്മൾ 14 to 18 പറഞ്ഞ പോലെ 12 to 18 വരെ ഏത് ഫോണ്ട് സൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നോട്ട് ടു ബിഗ്, നോട്ട് ടു സ്മോൾ, അങ്ങനെ ഒരു ഫോണ്ട് സൈസ് ഉപയോഗിക്കണം. എല്ലാ ഇൻഫർമേഷനും കൂടെ ഒരു പേജിൽ ഫിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഫോണ്ട് സൈസ് കുറയ്ക്കരുത്. നെവർ എക്സാജറേറ്റ് ഓർ നെവർ ജനറലൈസ്. ഇൻക്ലൂഡ് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഓർ ഒബ്സ്ക്യൂർ ടെസ്റ്റിമോണിയൽസ്. നിങ്ങൾ അച്ചീവ്മെന്റ്സ് ഒക്കെ കാണിക്കുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒന്നും വെക്കേണ്ട സ്ഥലം കരിക്കുലം വീറ്റേ അല്ല. അത് നിങ്ങൾക്ക് വേറെ തന്നെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങളെ കയ്യിൽ കൊണ്ടു നടക്കാം. വെൻ ആസ്ക്ഡ് യു ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ്. കരിക്കുലം വീറ്റയിൽ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള കുറേ കോഴ്സസ് ഉണ്ട്, എല്ലാത്തിനും ഇതിന് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻക്ലൂഡ് ഓൺലി ദാറ്റ് ആർ റെലവെന്റ്, ഇൻക്ലൂഡ് ഓൺലി ദാറ്റ് വിൽ ഫെച്ച് യു എ ജോബ്. Assume the recruiter knows the company you used to work for. നിങ്ങൾ പണ്ട് വർക്ക് ചെയ്തിരുന്ന കമ്പനിയെ കുറിച്ച് നിങ്ങളെ ഇപ്പൊ റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ടർക്ക് കൃത്യമായിട്ട് അറിയും എന്നുള്ളൊരു മുൻവിധിയും പാടില്ല. Make sure that you give an introduction about the previous company you have worked in your CV. അതായത് CV-യിൽ നിങ്ങൾ എവിടെയാണോ, അതായത് റീസെന്റ് ജോബ് എന്താണോ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കമ്പനീനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ദീസ് ആർ ദ ഡൂസ് ആൻഡ് ഡോൺട്സ് ഓഫ് curriculum vitae. So we'll just stop this video here. We'll look at the letter and look at how to write a letter and email in the next video.